ബോക്സ് ഓഫീസ് കളക്ഷൻ എന്നത് ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ ഘടകമാണ്. മലയാള സിനിമയിലോട്ട് നോക്കുമ്പോൾ സമീപകാലത്ത് ഹിറ്റ് സിനിമകൾ വളരെ കുറവാണ്. 2024 അതിനൊരു മാറ്റമുണ്ടാകുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തിയത്. എന്നാൽ ജനുവരിയിൽ തന്നെ ഈ വിലയിരുത്തലിന് മങ്ങലേൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ജനുവരിയിൽ കേരള ബോക്സ് ഓഫീസിൽ 2 സിനിമകളാണ് ഹിറ്റായതെന്ന് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നു. അതിൽ ഒന്ന് മലയാളവും മറ്റൊന്ന് തമിഴുമാണ്. മമ്മൂട്ടി ജയറാം കോംബോയിൽ റിലീസ് ചെയ്ത ഓസ്ലറാണ് മലയാള ചിത്രം. കഴിഞ്ഞ ദിവസം വരെയുള്ള റിപ്പോർട്ട് പ്രകാരം 21.5 കോടിയാണ് ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ. ധനുഷ് നായകനായി എത്തിയ ക്യാപ്റ്റൻ മില്ലറാണ് മറ്റൊരു ചിത്രം. അതേസമയം മലയാളികൾ ഒന്നടങ്കം പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് മോഹൻലാലിന്റെ മലൈക്കോട്ടെ വാലിബൻ. ആദ്യ ദിനം 10 കോടിക്ക് മേൽ നേടിയ ചിത്രത്തിന് പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിൽ ബോക്സ് ഓഫീസിൽ വേണ്ടത്ര പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല. സമ്മിശ്ര പ്രതികരണങ്ങളാണ് അതിന് കാരണം. റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ 12.59 കോടിയാണ് ഇതുവരെ നേടിയത്. മികച്ച ഗ്രോസ് നേടിയ മലയാളം സിനിമകളിൽ ഓസ്ലർ ഒന്നാമതും വാലിബൻ രണ്ടാമതും മൂന്നാമത് ആട്ടവുമാണ്. അതേസമയം ജനുവരിയിൽ റിലീസ് ചെയ്ത കോളിവുഡ്, മോളിവുഡ്, ടോളിവുഡ് മേഖലകളിൽ വിജയം കൊയ്തത് വെറും 3 സിനിമകൾ മാത്രമാണ്. തെലുങ്കിൽ ഹനുമാൻ, തമിഴിൽ അയലാൻ, മലയാളത്തിൽ എബ്രഹാം ഓസ്ലർ എന്നിവയാണ് അവ. ഫെബ്രുവരിയിലെ റിലീസുകൾ ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവയിൽ ഭ്രമയുഗം, അന്വേഷിപ്പിൻ കണ്ടെത്തും, മാനുമൽ ബോയ്സ് തുടങ്ങി പ്രതീക്ഷ അർപ്പിക്കുന്ന സിനിമകളുമുണ്ട്. ഇവയുടെ കളക്ഷനുകൾ എങ്ങനെയാകുമെന്ന് കാത്തിരുന്നു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.